നമസ്കാരം. കേരള തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകളിലെ വിശദ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനമായി ഉള്ളത്. കേരള തീരത്ത് ലൈബീരിയൻ കപ്പൽ മുങ്ങിയത് വലിയ ആശങ്കയാണ് നമുക്ക് സൃഷ്ടിച്ചത്. കപ്പലിലെ കണ്ടെയ്നറുകളിൽ എന്തായിരുന്നു എന്നത് ഊഹാപോഹങ്ങൾക്കും വലിയ ആശങ്കകൾക്കും ചർച്ചകൾക്കുമൊക്കെ വഴിവെച്ചിരുന്നു. കോൺഗ്രസ് നേതാവ് ടി.എൻ. പ്രതാപൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ നൽകിയ ഹർജിയിൽ കേരള ഹൈക്കോടതി ഉൾപ്പെടെ കപ്പൽ മുങ്ങിയതിന്റെ വിശദാംശങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. കപ്പൽ അപകടത്തിന്റെ പരിണിത ഫലം എന്തെന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. കപ്പലിലെ കണ്ടെയ്നറുകളിൽ എന്തൊക്കെ വസ്തുക്കളുണ്ട് എന്ന വിവരം പ്രസിദ്ധീകരിക്കണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നു. ആലപ്പുഴയ്ക്ക് സമീപം മുങ്ങിയ MSC എൽസ 3 എന്ന കാർഗോ ഷിപ്പിൽ 643 കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത്. അതായത് കൊച്ചിയിൽ നിന്നും 70 കിലോമീറ്റർ അകലെ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ കേരളത്തിന് ഉണ്ടാക്കാവുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ആ കണ്ടെയ്നറുകളിൽ എന്തൊക്കെയുണ്ട് എന്ന കാര്യം വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട്. ഇത് ഏറ്റവും ഒടുക്കം ആ 643 കണ്ടെയ്നറുകളിൽ നമുക്ക് ഭീഷണിയായി എന്തൊക്കെയുണ്ട് എന്ന പൂർണ്ണ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മുങ്ങിയ കപ്പലിൽ 13 കണ്ടെയ്നറുകളിൽ കാൽഷ്യം കാർബണേറ്റ് ആണ് ഉള്ളത്. മുങ്ങിയ കപ്പലിന്റെ അകത്തെ അറയിൽ 8 എണ്ണവും ബാക്കിയുള്ളവ കപ്പലിന്റെ പുറത്തുമാണ്. കസ്റ്റംസ് അധികൃതർക്ക് നൽകിയ പട്ടികയിൽ 4 കണ്ടെയ്നറുകളിൽ കാഷ്യൂനട്ട് ആണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാൽഷ്യം കാർബൈഡിന് പുറമെ സമുദ്ര ജീവിതത്തെയും കേരളത്തിന്റെ തീരങ്ങളെയും അതിവിദൂര ഭാവിയിൽ ഉൾപ്പെടെ ബാധിക്കുന്ന പോളിമർ അസംസ്കൃത വസ്തുക്കൾ ആണെന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. അതായത് നമ്മുടെ ജീവിതത്തിലെ നിത്യോപയോഗ സാധനങ്ങളായി മാറേണ്ട പ്ലാസ്റ്റിക് അസംസ്കൃത വസ്തുവായ പോളിപ്രൊപ്പലീൻ തരികളാണ് അത്. മീൻമുട്ടയുടെ അതേ രൂപത്തിലും അതേ വലിപ്പത്തിലുമുള്ള ഇവ മീൻമുട്ടയാണ് എന്ന് തെറ്റിദ്ധരിച്ച് ജലജീവികളും കരയിൽ പക്ഷികളുമൊക്കെ ഭക്ഷിക്കും. നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും അഴുകുകയോ പ്രകൃതിയോട് ലയിക്കുകയോ ചെയ്യാത്ത ഇവ മത്സ്യജീവികൾ തിന്നുന്നതിലൂടെ അവയുടെ ജീവന് ആപത്ത് സംഭവിക്കുകയും ഇത് കടലിലെ ആഹാര ശൃംഖലയെ അപകടകരമായ വിധം ബാധിക്കുകയും ചെയ്യും. കേരളത്തിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് അപകടകരമായ ഒന്നുമില്ല എന്ന് പ്രാഥമികമായി വിലയിരുത്തിയ ഈ പ്ലാസ്റ്റിക് ഗ്രാനുളുകൾ കേരളത്തിന്റെ പരിസ്ഥിതിക്ക് ഉണ്ടാക്കാൻ പോകുന്ന ദ്രോഹം ചില്ലറയല്ല. 25 കിലോ ഉള്ള പ്ലാസ്റ്റിക് ഗ്രാനുളിന്റെ ഒരു ചാക്കിൽ 1 മില്യണേക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക് മണികൾ ഉണ്ടാകും. മുട്ടകളെ പോലെ തോന്നിക്കുന്ന ഇവ ധാരാളം കടൽ ജീവികൾ ഭക്ഷിക്കും. അവ ചത്തുപൊങ്ങും, അവയുടെ ശരീരം അഴുകും. പക്ഷേ പ്ലാസ്റ്റിക് അഴുകില്ല, അത് പുറത്തു വരും. വീണ്ടും ഇത് കടൽ ജീവികൾ ഭക്ഷിക്കും. ഫിഷിംഗ് നെറ്റുകളാണ് സമുദ്രത്തിൽ കടൽ ജീവികളെ കൊന്നൊടുക്കുന്ന പ്രധാനപ്പെട്ട വില്ലനായി പറയുന്നതെന്നാൽ അതിനേക്കാൾ എത്രയോ അപകടകാരികളാണ് കോടിക്കണക്കിന് വരുന്ന ഈ പ്ലാസ്റ്റിക് ഗ്രാനുളുകൾ. മത്സ്യങ്ങളും കടലാമ കുഞ്ഞുങ്ങളും കക്കകളും കടൽ പക്ഷികളും എല്ലാം ഇവ തിന്നും. ഇനി കണ്ടെയ്നറിലെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. 46 കണ്ടെയ്നറുകളിൽ തേങ്ങയും കശുവണ്ടിയുമാണ്. 39 കണ്ടെയ്നറുകളിൽ കോട്ടൺ ആണ്. ശൂന്യമായ കണ്ടെയ്നറുകളുടെ എണ്ണം 71 വരും. 87 കണ്ടെയ്നറുകളിൽ തടിയാണുള്ളത്. സർക്കാർ നടത്തിയ പ്രസ് മീറ്റിൽ 643 കണ്ടെയ്നറുകൾ എന്ന് പറഞ്ഞപ്പോൾ കസ്റ്റംസ് അധികൃതർക്ക് നൽകിയ പട്ടികയിൽ കണ്ടെയ്നറുകളുടെ എണ്ണം 640 ആണ്. ഇനി നമുക്ക് കണ്ടെയ്നറുകളിലെ ഏറ്റവും ഭീകരനായി ചിത്രീകരിച്ച കാൽഷ്യം കാർബൈഡ് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെ ശാസ്ത്രീയമായി ഒന്ന് വിശകലനം കൂടി ചെയ്യാം. ശാസ്ത്രലേഖകനായ ബഷീർ പെങ്ങാട്ടിരി എഴുതിയ വിശദമായ ഒരു ലേഖനം ഉണ്ട്. അത് ഞാനിവിടെ വായിക്കാം. ഒരു കാലത്ത് സാധാരണമായി ഉപയോഗിച്ചിരുന്ന രാസവസ്തുവാണ് കാൽഷ്യം കാർബൈഡ്. ഇതൊരു ഭീകരനോ വിഷവസ്തുവോ അല്ല. വെള്ളവുമായി രാസപ്രവർത്തനം നടത്തുമ്പോൾ അസറ്റിലിൻ എന്ന വാതകം ഉണ്ടാകുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. ഈ വാതകം കത്തുന്നത് കൊണ്ടാണ് ഇതിനെ പ്രകാശ സ്രോതസ്സായി ഉപയോഗിച്ചിരുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ വാഹനങ്ങളിലും പ്രത്യേകിച്ച് സൈക്കിളുകളിലും ചില ആദ്യകാല കാറുകളിലും വെളിച്ചത്തിനായി കാർബൈഡ് വിളക്കുകൾ ഉപയോഗിച്ചിരുന്നു. ഖനി തൊഴിലാളികളുടെ ഹെഡ്ലാമ്പുകളിൽ പ്രകാശം നൽകിയിരുന്നത് പോലും ഈ കാർബൈഡ് വിളക്കുകളായിരുന്നു. പിന്നീട് വൈദ്യുതി വിളക്കുകൾ പ്രചാരത്തിലായതോടെ ഇതിന്റെ ഉപയോഗം കുറഞ്ഞു. ഇന്ന് കാൽഷ്യം കാർബൈഡ് പ്രധാനമായി ഉപയോഗിക്കുന്നത് വെൽഡിംഗ് പോലെയുള്ള വ്യാവസായിക ആവശ്യങ്ങൾക്കാണ്. ഉയർന്ന താപനിലയിൽ ലോഹങ്ങളെ ഉരുക്കാനും കൂട്ടിച്ചേർക്കാനും അസറ്റിലിൻ ഓക്സിജനുമായി ചേർന്ന് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന തീജ്വാല സഹായിക്കുന്നു. ഇനി കേരള തീരത്തെ കണ്ടെയ്നറുകൾ നഷ്ടപ്പെട്ട സംഭവത്തിലേക്ക് വന്നാൽ കാൽഷ്യം കാർബൈഡ് സാധാരണയായി കടലിൽ കൊണ്ടുപോകുമ്പോൾ ജലാംശം ഏൽക്കാതെ സംരക്ഷിക്കുന്ന വാട്ടർ പ്രൂഫ് കണ്ടെയ്നറുകളിലോ പാക്കറ്റുകളിലോ ആയിരിക്കും സൂക്ഷിച്ചിട്ടുണ്ടാവുക. അതിനാൽ തന്നെ ഇവ കടലിൽ വീണാലും വെള്ളവുമായി പ്രതിപ്രവർത്തിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ കണ്ടെയ്നറുകൾക്ക് കേടുപാട് സംഭവിക്കുകയും കാൽഷ്യം കാർബൈഡിൽ വെള്ളം കലരുകയും ചെയ്താൽ അസറ്റിലിൻ വാതകം ഉണ്ടാകും. ഈ വാതകം അന്തരീക്ഷത്തിലേക്ക് വളരെ വേഗത്തിൽ ലയിച്ചു പോകും. അസറ്റിലിൻ ഉയർന്ന അളവിൽ ശ്വസിക്കുന്നത് അപകടകരമാണെങ്കിലും തുറന്ന അന്തരീക്ഷത്തിൽ ഇത് വളരെ പെട്ടെന്ന് നേർത്തു പോകുന്നതിനാൽ വലിയ ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയും വിരളമാണ്.
കൂടാതെ കാൽഷ്യം കാർബൈഡ് വെള്ളവുമായി പൂർണ്ണമായി രാസപ്രവർത്തനം കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. അത് സാധാരണയായി ചുണ്ണാമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ചുണ്ണാമ്പ് ഒരു വിഷവസ്തുവല്ല, മറിച്ച് കാർഷിക ആവശ്യങ്ങൾക്കും മറ്റ് നിർമ്മാണ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു സാധാരണ വസ്തുവാണിത്. അതുകൊണ്ട് തന്നെ കാൽഷ്യം കാർബൈഡ് ഒരു ഭീകരനോ വിഷവസ്തുവോ ആണെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും കേരള തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകളിലെ വിശദ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇനി ഇതിന്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെ, പ്രത്യാഘാതങ്ങൾ എങ്ങനെയാണ് നമ്മുടെ അധികൃതർ നേരിടാൻ പോകുന്നതെന്നും ജനങ്ങൾ ഇതിനായി എങ്ങനെ സജ്ജമാക്കാൻ പോകുന്നുവെന്നും കാത്തിരുന്ന് കാണാം.